ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ച നമ്മുടെ നാട്ടിലെ പറമ്പൊക്കെയാണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ അവിടുത്തെ ഒരു ഫ്ലാറ്റ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ വാ, അതിനിടയ്ക്ക് എൻ്റെ സംസാരം കൂടെ നടക്കട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് നമ്മളെ തന്നെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ആണല്ലോ കുറേ ആൾക്കാർക്ക് സമയമില്ലാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ തേടി കണ്ടുപിടിച്ച ഒരു 30 ദിവസത്തെ സെൽഫ് ലവ് ചലഞ്ചാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പം നേരമില്ലാത്തതിൻ്റെ ഇടയ്ക്കാണോ നീ ഈ സെൽഫ് ലവ് ചലഞ്ച് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കേണ്ട. നിങ്ങൾക്ക് 24 മണിക്കൂറുണ്ട്. അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മാത്രം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. അടിപൊളിയാണ്, ട്രസ്റ്റ് മീ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റത്തെ ഒരാഴ്ച എടുക്കാം. ഫസ്റ്റത്തെ ഒരാഴ്ചയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ സ്വന്തം സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ദിവസം മാത്രമല്ല കേട്ടോ, ലൈഫ് ലോങ് നിങ്ങൾ എല്ലാ ദിവസവും ഇതൊക്കെ ശീലമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാനൊന്നും ശീലമാക്കാറൊന്നുമില്ല, എന്നാലും ചെയ്യുന്ന ദിവസം അടിപൊളിയാണ്. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരുപാട് പേർക്കുള്ള സ്വഭാവമാണല്ലോ ഫോൺ തോണ്ടുക എന്നുള്ളത്. ഇപ്പോൾ യൂട്യൂബുള്ള ആൾക്കാരാണെങ്കിൽ വൈറ്റ് സ്റ്റുഡിയോ നോക്കുക എന്നുള്ളത്, അതങ്ങ് മാറ്റി വെച്ചിരിക്കുക. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, എഴുന്നേറ്റ് കുറച്ച് സമയത്തിനുള്ളിൽ ഫോൺ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, ശ്വാസം മുട്ടും എന്നൊക്കെ ഉള്ള ആൾക്കാർ ഒരു 5 മിനിറ്റ് എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് ഫോൺ നോക്കാതിരിക്കുക. ആ ഒരു 5 മിനിറ്റ് ഇങ്ങനെ സമാധാനമായിട്ട് കുറച്ച് നേരം ഇരുന്ന് ശ്വാസമൊക്കെ ഇങ്ങനെ ഡീപ് ബ്രീത്ത്, എക്സെയിൽ ഇൻഹെയിൽ ആ ഒരു സാധനമില്ലേ, അതൊക്കെ ചെയ്തിട്ട് അങ്ങ് വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ നോക്കുക. പക്ഷേ സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോൺ നോക്കുന്നതായിരിക്കും നമ്മളുടെ സമാധാനത്തിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഡേ 1 നിങ്ങൾ 5 മിനിറ്റെങ്കിലും എഴുന്നേറ്റ് ഉടനെ തന്നെ ഇതുപോലെ ശ്വാസമൊക്കെ ഒന്ന് വലിച്ചു വിട്ട് ഒന്ന് സമാധാനമായിട്ടിരുന്നതിന് ശേഷം മാത്രം ഫോൺ എടുക്കുക. ഡേ 2 നമുക്ക് നമ്മുടെ ജാപ്പനീസ് ടീ സെറിമണി ആയല്ലോ. അതിന് പറ്റിയ സാമഗ്രിക ജംഗമ വസ്തുക്കൾ നമ്മുടെ വീട്ടിലില്ലാത്തത് കൊണ്ട് നമ്മൾ പൊതുവേ ഈ വീട്ടിലുള്ള അമ്മമാർ ചായ കുടിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നതിനിടയിലാണല്ലോ. ഡേ 2 നിങ്ങൾ അതൊന്നും ചെയ്യാതിരിക്കുക. ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്ന സമയം ആ ഒരു കപ്പിലെ സംഭവം തീരുന്നത് വരെ അതിനു വേണ്ടി മാത്രം ചിലവഴിക്കുക. ചുമ്മാ സമാധാനത്തിൽ ഇരുന്നിട്ട് ചായയും കാപ്പിയും ആസ്വദിച്ചങ്ങ് കുടിക്കുക. ഇടയ്ക്കൊക്കെ ചായയുടെ ശരിക്കുള്ള ടേസ്റ്റൊക്കെ നമുക്ക് അറിയണ്ടേ. ഏതെങ്കിലും പണി കൂടെ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കുള്ള ടേസ്റ്റൊന്നും കിട്ടുന്നില്ല, കുട്ടികളെ കിട്ടുന്നില്ല. ഡേ 3 നമ്മൾക്ക് പ്രകൃതിയുമായി ഒന്ന് ഇടപഴകാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഇതുപോലെ തൊടിയും പാടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്കൊക്കെ ഇറങ്ങിപ്പോവുക. സീരിയസ്ലി എനിക്കുണ്ടല്ലോ, ഇവിടെ പോയപ്പോഴും ഈ വീഡിയോ കാണുമ്പോഴും കണ്ണിന് എന്ത് കുളിർമയാണെന്നറിയോ. കാരണം നിങ്ങൾ നോക്കി, ഫുൾ പച്ചപ്പാണ്. ആ പച്ചപ്പും ഹരിതാപവും പച്ചപ്പും ഹരിതാപവും സീരിയസ്ലി നമ്മളൊരു പ്രാസം തമാശയ്ക്ക് പറയുമെങ്കിലും ആ പച്ചപ്പും ഹരിതാപവും കാണുമ്പോൾ നമ്മളുടെ കണ്ണിന് ഭയങ്കര കുളിർമയാണ്. ആ കുളിർമ നമ്മുടെ മനസ്സിലോട്ടേക്കും പോകും. അപ്പോൾ ഡേ 3 ഒരു 5 മിനിറ്റ് നിങ്ങൾ പ്രകൃതിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഡേ 4 ചെയ്യേണ്ടത്, നമ്മളുടെ മറ്റൊരു സിനിമയിൽ ഫഹദ് ഫാസിൽ ഇങ്ങനെ ചെയ്യൂലേ, കണ്ണാടിയിൽ നോക്കിയിട്ട് അതെ നീ ഭയങ്കര സ്ട്രോങ് ആണ്, നീ ഭയങ്കര സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു സിനിമയിലെ അതേ കണക്ക് ഡേ 4 നിങ്ങൾ കണ്ണാടിയിൽ അങ്ങ് നോക്കിയിട്ട് അങ്ങ് പറയുക, ഐ ലവ് മൈ സെൽഫ്, നീ അടിപൊളിയാണ്, നീ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പറയണ പോലെ മറ്റുള്ളവർ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾക്ക് നമ്മളെ തന്നെ സന്തോഷപ്പെടുത്തിയാൽ പോരെ. ഈ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കിയിട്ട് അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും, ഇന്നത്തെ ദിവസം എനിക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ആ ഒരു പറച്ചിലിൽ മാത്രമല്ല, ശരിക്കും നമ്മളത് പറയുമ്പോൾ ആ ഡേയും അടിപൊളിയായിരിക്കും. അതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളും ഇതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. ഇതൊക്കെ മനസ്സിൻ്റെ ഒരു കളികളാണ് കുട്ടികളെ. അപ്പോൾ നിങ്ങൾ ഡേ 4 കണ്ണാടിയിൽ നോക്കിയിട്ട് അടിപൊളിയാന്ന് പറയാം. ഡേ 5 ചെയ്യേണ്ടത്, നമ്മൾക്ക് ഇപ്പം ചെറുതിലേ മുതൽ നമ്മളിങ്ങനെ കേട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ റീസെൻ്റ്ലി നമ്മൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടുണ്ടായിരിക്കില്ലേ. അതായത് ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര സന്തോഷം വരും. അല്ലെങ്കിൽ ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ചെറുതിലേക്ക് നല്ല നല്ല ഓർമ്മകൾ, സങ്കട ഓർമ്മയല്ല കേട്ടോ, നല്ല നല്ല ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ മനസ്സിലോട്ടേക്ക് വരുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ. ആ ഡേ 5 നിങ്ങളിപ്പം കുക്ക് ചെയ്യുന്ന സമയത്തോ ക്ലീൻ ചെയ്യുന്ന സമയത്തോ ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ പാട്ട് ഇട്ടിട്ട് നിങ്ങൾ പണി ചെയ്ത് നോക്കാം. ഭയങ്കര സന്തോഷമായിരിക്കും. ഒരുപാട് പേര് ജോലി ചെയ്യുന്നതിനിടയിൽ പാട്ട് കേൾക്കുന്നവരുണ്ട്. അവർക്ക് അറിയാൻ പറ്റും, നമ്മൾക്ക് പാട്ട് കേട്ട് നമ്മൾ പണി ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ പണി ചെയ്യണ ആ ഒരു ഹാർഡായിട്ടുള്ള സംഭവം നമുക്ക് ഫീൽ ആക്കത്തില്ല. അത് നമ്മളുടെ ഫേവറേറ്റ് പാട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മധുരമായിരിക്കില്ലേ. സോ ഡേ 5 ഒരുപാട് പേര് ചിലപ്പോൾ പാട്ടൊക്കെ കേട്ടായിരിക്കും ചെയ്യുന്നത്. ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടൊക്കെ ഒന്ന് പ്ലേ ചെയ്തിട്ട് പണിയെടുത്ത് നോക്ക്. ഡേ 6 ഇത് നമ്മളുടെ അന്നത്തെ ചലഞ്ചിലുണ്ടായിരുന്നു. അത് ആരൊക്കെ കംപ്ലീറ്റ് ചെയ്തെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ സത്യസന്ധമായി പറയും, ഞാൻ
കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് അന്ന് ഡേ 6 നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനും പാടില്ല, പരാതി പറയാനും പാടില്ല. നമ്മുടെ ഇപ്പോഴുള്ള മനുഷ്യന്മാർക്ക് അത് ഇച്ചിരി ടഫസ്റ്റ് ആയിട്ടുള്ള ജോബാണല്ലേ. ഞാൻ സീരിയസ്ലി കഴിഞ്ഞ ടാസ്ക് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എന്തെങ്കിലും പറ്റിയിട്ടൊക്കെ ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അന്ന് ആരെ പറ്റിയും കുറ്റവും പറയാതിരിക്കുക, പരാതിയും പറയാതിരിക്കുക. ഡേ 7 ഞാൻ പല വീഡിയോസിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്ര പേര് അതൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഡേ 7 നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഡേ എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. രാത്രി ഉറങ്ങാൻ പോണേക്കാട്ടിലും മുൻപ് ആ ഒരു ദിവസം രാവിലെ മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെ നമ്മുടെ ലൈഫിൽ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കുമല്ലേ. അതിൽ നല്ല സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും, മേ ബി ചീത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡേ 7 ഉറങ്ങാൻ പോണേക്കാട്ടിലും മുൻപ് അന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു നല്ല കാര്യത്തിന് താങ്ക്സ് പറഞ്ഞിട്ട് നമ്മൾ നോക്കുക. ഈ സീരിയസ്ലി നമ്മൾ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള ഒരു 10 കാര്യങ്ങൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് എഴുതി നോക്കുക. അതായത് ഇന്ന് എഴുതുന്ന 10 കാര്യങ്ങൾ സെയിം ആവാൻ പാടില്ല. ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. അത് ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും അതിന് മാത്രം ഉണ്ടോ എന്ന്. സീരിയസ്ലി ഉണ്ട്. ഓരോ കുഞ്ഞു കാര്യങ്ങൾ, നമ്മൾക്ക് കിട്ടുന്ന വെള്ളം, വായു, ഉറങ്ങാൻ പറ്റുന്ന കട്ടിൽ, വീട്, പുതപ്പ്, തലവണ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് കുറേ സംഭവങ്ങളുണ്ട്. അതുപോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഡേ 7 അറ്റ്ലീസ്റ്റ് ഒരു കാര്യത്തിനെങ്കിലും ഉറങ്ങാൻ പോണേക്കാട്ടിലും മുൻപ് താങ്ക്സ് പറയാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വീക്ക് വളരെ അധികം അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾക്ക് സെക്കൻഡ് വീക്കിലേക്ക് കിടക്കാം. സെക്കൻഡ് വീക്കിൽ നമ്മൾ നമ്മുടെ ഒരു ശരീരത്തിനൊക്കെ വേണ്ടേ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഇതിങ്ങനെ കഷ്ടപ്പെടണം, സ്വന്തം ശരീരമൊക്കെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഡേ 8 നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പണിത്തിരക്കിൻ്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ ചില സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറന്നു പോകും. ഞാൻ സീരിയസ്ലി അവിടെ ഇരുന്നപ്പോൾ വെള്ളം കുടിക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ മഴയായിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല, വെള്ളം കൂടിയൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡേ 8 നിങ്ങൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഉള്ളിലോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആ ചേമ്പിൻ്റെ ഇലയിലെ വെള്ളം, ഞാനത് ഭയങ്കര ഒരു എസ്തെറ്റിക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടുവാൻ ഏൽപ്പിച്ചതാണ്, പക്ഷേ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഡേ 8 നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഡേ 9 ചെയ്യേണ്ടത് എണ്ണ തേച്ച് അങ്ങോട്ട് വിജലംബിച്ച് അങ്ങോട്ട് കുളിക്കുക. നല്ല രസമല്ലേ. എനിക്ക് തലയിലും മേത്തൊക്കെ എണ്ണ തേച്ചിട്ട് കുറേ നേരം ഒരു മണിക്കൂറൊക്കെ കുളി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ആഹാ, ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ആ ബാത്റൂമിലോട്ടേക്ക് ആർക്കും കയറാൻ പറ്റില്ല. ഫുൾ പുകയായിരിക്കും, നമ്മുടെ പുതുമഴയായി പാട്ടൊക്കെ ഇട്ട് വരണ പോലത്തെ സെറ്റപ്പൊക്കെ ആയിരിക്കും. പക്ഷേ ഡേ 9 നിങ്ങൾ എണ്ണയൊക്കെ തേച്ച്, ചിലപ്പോൾ ചില ആൾക്കാർക്ക് എണ്ണ തേക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ലായിരിക്കും. അങ്ങനെയുള്ളവരൊന്ന് നീണ്ടു നിവർന്ന് അങ്ങോട്ട് കുളിച്ചാൽ മതി. എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഡേ 9 തലയിലും മേത്തും ഒക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് കുറച്ച് നേരം മസാജൊക്കെ ചെയ്തിട്ട് അങ്ങ് കുളിക്കുക. ആഹാ, എന്ത് രസമാണെന്നറിയോ. ഡേ 10 ചെയ്യേണ്ടത്, നമ്മൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവായി കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ പ്രത്യേകിച്ച് കുറേ ആൾക്കാരുണ്ടല്ലോ, ഭർത്താവിൻ്റെയും കുട്ടികൾക്കിടെ ഇഷ്ടത്തിന് മാത്രമായിരിക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് പേഴ്സണലായിട്ട് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഡിഷ് ഉണ്ടായിരിക്കും. കല്യാണത്തിന് അതുവരെ മിക്കവാറും വീട്ടിൽ എനിക്ക് ആ കറി വേണം, ഇന്ന സാധനം വേണം എന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ റെസ്പോൺസിബിലിറ്റീസ് വന്നപ്പം ആ ഒരു സംഭവം ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടായിരിക്കില്ല. കാരണം നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ഡിഷ് വീട്ടിലുള്ള ഭർത്താവിനും കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഡേ 10 ചെയ്യേണ്ടത്, ആര് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയോ പലഹാരമോ എന്തെങ്കിലും ഉണ്ടായിരിക്കില്ലേ, ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അങ്ങ് കഴിക്കുക. മറ്റാരും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ തനിയെ കഴിക്കുക. നമ്മളെന്താ ഒരു ദിവസമല്ലേ അവനവന് ഇഷ്ടപ്പെട്ട ഡിഷൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇതെല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അവനവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാൻ, അതായത് ഇപ്പോൾ ഏതാന്ന് പോലും ഓർക്കില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇരുന്നൊന്ന് ആലോചിച്ച്, പണ്ട് വീട്ടിൽ ഇതുപോലെ എനിക്ക് എൻ്റെ ഡിഷ് ഉണ്ടാക്കി തരണം എന്ന് അമ്മയോട് പറഞ്ഞ് വാശി പിടിച്ചിട്ടുള്ള ആ ഡിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ റെസിപ്പി അറിയാമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നിങ്ങൾ സമാധാനമായിട്ടിരുന്നത് കഴിക്കുക. ഡേ 11 ഉണ്ടല്ലോ, എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് ശരീരത്തിന് കുറച്ച് വ്യായാമം കൊടുക്കുക. അതൊരു ഇന്ന സാധനം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് സൂംബ ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കുക, നടക്കണമെങ്കിൽ നടക്കണം ചെയ്യുക. അല്ലാതെ എന്തെങ്കിലും സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. എല്ലാം നമ്മൾ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതും ഈ എക്സസൈസും എൻ്റെ ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അമ്മമാർ എന്താ പറയുക, അമ്മിക്കല്ലിൽ അരയ്ക്കുക, കിണറിൽ നിന്ന് വെള്ളം കോരുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. നമ്മൾക്ക് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡേ 11 10 മിനിറ്റ് എക്സസൈസ് ചെയ്യുക.
ഡേ 12 എപ്പോഴും പറയണ പോലെ, പക്ഷേ വീട്ടമ്മമാർക്ക് അത്ര കണ്ടില്ല എന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കുമ്പോൾ ഫോണും ടി വിയും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഡേ 12 ഈ ടി വിയും ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഫുഡ് നേരാവണ്ണം ചവച്ചരച്ച് കഴിക്കുക. ഈ ടി വിയൊക്കെ കണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ മിണുങ്ങുകയാണ്, ചവയ്ക്കുന്നില്ല, ആസ്വദിക്കുന്നില്ല ഫുഡ്. സോ ഡേ 12 സ്ക്രീൻ ഒന്നുമില്ലാണ്ട്, ടി വി ഫോൺ ഒന്നുമില്ലാണ്ട് ഭക്ഷണം ആസ്വദിച്ചങ്ങ് കഴിക്കുക. ഡേ 30 നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്ക് മുഖത്ത് അങ്ങോട്ട് വാരി തേക്കുക. കടയിൽ നിന്ന് മേടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. കുറച്ച് അരിപ്പൊടിയും കുറച്ച് തൈരും കൂടെ അങ്ങോട്ട് മുഖത്ത് വാരി തേച്ചാൽ മതി, അല്ലെങ്കിൽ കടലമാവ്. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്ക് ഡേ 13 ചെയ്യുക. സമയമില്ലാന്ന് പറയരുത്, മുഖത്ത് വാരി തേച്ചിട്ട് വീട്ടിലെ പണികളൊക്കെ നമുക്ക് ചെയ്യാം. അതിനും മാത്രം തിരക്കൊന്നും ഉണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരില്ല. ഡേ 14 ചെയ്യേണ്ടത് രാത്രി സാധാ ഉറങ്ങുന്ന സമയം എത്രയാണോ, എനിക്ക് തോന്നുന്നു 8 മണിക്കൂർ ഉറങ്ങുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് ഈ വീഡിയോ കാണുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഡേ 14 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ കമ്പൽസറി ആയിട്ട് ഉറങ്ങാം. ഒരുപാട് പേര് കമൻറ്റ് ഇടാറുണ്ട് ഉറക്കമൊക്കെ കണക്കാണെന്നുള്ളത്. നമ്മൾക്ക് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഡേ 14 നന്നായിട്ട് ഉറങ്ങാം. വീഡിയോ തീർന്നു, ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.